നമസ്കാരം. ലോകമെമ്പാടുമുള്ള ആരാധകരുടെ, അതായത് സഞ്ജു ആരാധകരുടെ സ്വപ്നം സഫലമാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ, അതായത് മലയാളി താരം സഞ്ജു സാംസൺ ഇടം പിടിച്ചേക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ക്രിക്ബസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലോകകപ്പ് ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ കഴിഞ്ഞ ദിവസം കോച്ച് രാഹുൽ ദ്രാവിഡ്, ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എന്നിവരുമായി ചർച്ച നടത്തി കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ ലോകകപ്പിനുള്ള 15-അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. IPL രാജസ്ഥാൻ റോയൽസിനായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗംഭീര പ്രകടനമാണ് സഞ്ജുവിനെ ഫേവററ്റാക്കി മാറ്റിയിരിക്കുന്നത്. തുടക്കത്തിൽ സഞ്ജുവിന് എതിരെ സെലക്ടർമാർ രണ്ട് തട്ടിലായിരുന്നു. ഒരു ഭാഗം സഞ്ജുവിനെ ന്യായീകരിക്കുമ്പോൾ മറുഭാഗം വിമർശിക്കുകയായിരുന്നു പതിവ്. എന്നാൽ കഴിഞ്ഞ ഒരു ദിവസത്തെ പ്രകടനം കൊണ്ട് തന്നെ സഞ്ജുവിലേക്ക് എല്ലാവരും എത്തിയിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സഞ്ജുവിൻ്റെ പ്രകടനം സെലക്ടർമാരെ ഏറെ ആകർഷിച്ചതായാണ് സൂചനകൾ. ഇതേ തുടർന്നാണ് ലോകകപ്പിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനം സഞ്ജുവിന് നൽകാൻ ഒരുങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ആരാധകർ കീപ്പർമാരുടെ ലിസ്റ്റിൽ നോക്കിയാൽ സഞ്ജുവിന് തന്നെയാണ് ഉള്ളത്. KL രാഹുൽ, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ എന്നിവരെടുത്താൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളതും സഞ്ജുവിന് തന്നെയാണ്. റൺവേട്ടക്കാരിലും സഞ്ജു മുൻപന്തിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കീപ്പർ എന്ന നിലയിലും സഞ്ജുവിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സഞ്ജുവിൻ്റെ മെയ്വഴക്കം എല്ലാം തന്നെ മറ്റ് രണ്ടുപേരെക്കാളും വളരെ നല്ലതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ ഋഷഭ് പന്തിനായിരുന്നു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് മുൻതൂക്കം ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഋഷഭിനെ മലയാളി താരം പിന്തള്ളിയിരിക്കുകയാണെന്നാണ് വിവരം. ലോകകപ്പിൽ സഞ്ജു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആകുമ്പോൾ ബാക്കപ്പായിട്ടാകും ഋഷഭിന് ടീമിൽ ഇടം ലഭിക്കുക. അങ്ങനെ വന്നാൽ സഞ്ജുവിന് പ്ലേയിങ് 11-ലും അവസരം ഉറപ്പിക്കാം. ഋഷഭനാകട്ടെ ഒരുപക്ഷെ വാട്ടർ ബോയായി ഒതുങ്ങേണ്ടി വരികയും ചെയ്യും. വിക്കറ്റ് കീപ്പർ റോളിലേക്ക് നേരത്തെ മത്സര രംഗത്തുള്ള KL രാഹുലിൻ്റെ ടീമിൽ സ്ഥാനം ലഭിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. നേരത്തെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിന് വേണ്ടിയാണ് സഞ്ജുവും രാഹുലും പോരടിച്ചിരുന്നത്. എന്നാൽ രാഹുലിൻ്റെ ടീമിനെതിരെ തന്നെ നടത്തിയ പ്രകടനമാണ് സഞ്ജുവിനെ വീണ്ടും പ്രഗത്ഭനായിരിക്കുന്നത്. ആ ഒരു മത്സരത്തിൽ ഒരു സഞ്ജു രാഹുൽ പോരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ജയിച്ചത് സഞ്ജു തന്നെയാണ്. ഇപ്പോൾ രാഹുലിനെ മാത്രമല്ല ഋഷഭിനെയും പിന്തള്ളിയാണ് സഞ്ജു മുന്നിലെത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ലോകകപ്പിൽ 5-ാം നമ്പറിലായിരിക്കും സഞ്ജുവിന് ബാറ്റ് ചെയ്യേണ്ടതായി വരിക. കാരണം ടോപ്പ് 4-ൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ് എന്നിവർ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ലോകകപ്പ് വേദിയായ വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക എന്നിവിടങ്ങളിലെ സ്ലോ പിച്ചുകളാണ് എന്നത് രാഹുലിനെ ഇതിൽ നിന്ന് അകറ്റുന്നുണ്ട്. കാരണം സ്ലോ ബോളിൽ രാഹുൽ അത്ര മികച്ച പ്രകടനമല്ല കാഴ്ചവെക്കുന്നത്. ഋഷഭിനെ സംബന്ധിച്ചും സഞ്ജുവിൻ്റെ അത്ര പ്രകടനം സ്ലോ പിച്ചുകളിൽ കാണിക്കാറില്ല എന്നുള്ളതും സഞ്ജുവിന് അനുകൂലമായ ഘടകങ്ങളിലൊന്നും തന്നെയാണ്. ഏതായാലും ഇത്തരം പിച്ചുകളിൽ തിളങ്ങാൻ സാധിക്കുന്ന ബാറ്റർ കൂടിയാണ് സഞ്ജു സാംസൺ. കൂടാതെ പേസ് ബോളിങ്ങിനെതിരെയും അദ്ദേഹം മിടുക്കനായിട്ടാണ് ബാറ്റിംഗ് ചെയ്യുന്നത്. ഇവയെല്ലാം തന്നെ ലോകകപ്പ് ടീമിലേക്ക് അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട്. IPL നിലവിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്ത ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കൂടിയാണ് സഞ്ജു സാംസൺ. 9 മത്സരങ്ങളിൽ നിന്നും 385 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. 77 എന്ന തകർപ്പൻ ആവറേജും അതുപോലെ തന്നെ 161.08 എന്ന അതിമികച്ച സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിന് ഉണ്ട്. 4 50+ സ്കോറുകളാണ് അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത്. സഞ്ജു കഴിഞ്ഞാൽ കൂടുതൽ റൺസുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ KL രാഹുലാണ്. 9 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്നത് 378 റൺസാണ്. രാഹുലിൻ്റെ ശരാശരി 42, സ്ട്രൈക്ക് റേറ്റ് 144.27 ആണ്. 9 മത്സരത്തിൽ നിന്ന് 371 റൺസോടെ ഋഷഭ് പന്ത് മൂന്നാമതുണ്ട്. 46.37 ആവറേജിൽ 160.60 സ്ട്രൈക്ക് റേറ്റിലാണ് ഇത്. 3 വീതം 50കളാണ് രാഹുലിൻ്റെയും ഋഷഭിൻ്റെയും പേരുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം സഞ്ജുവിൻ്റെ ലോകകപ്പ് പ്രവേശനത്തിനായി. ഇവിടെ സഞ്ജു അല്ലെങ്കിൽ ഋഷഭ് അല്ലെങ്കിൽ KL രാഹുൽ 3 പേരുടെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ സഞ്ജുവിൻ്റെ പേരിന് മുൻതൂക്കം വന്നതോടെ ബാക്കിയുള്ള 2 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരുടെ അവസ്ഥ എന്തായിരിക്കണമെന്നും കണ്ടറിയേണ്ടതുണ്ട്.